ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നമ്മുടെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ആദ്യം ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം ഞാൻ ഫുള്ള് വീഡിയോ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. 2 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ഉള്ളിയും 2 തക്കാളിയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചത് കേട്ടോ. ഇത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സ്പൈസസ് നോക്കാം. അപ്പോൾ ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീവ്സ് പിന്നെ കറുവപ്പട്ടയാണ് കേട്ടോ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ടൈം. പിന്നെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ പകുതി ഉള്ളിയോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാ കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഇതേപോലെയുള്ള പരുവത്തിലായതിനു ശേഷം ഇതും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതും മാറ്റി വെക്കുക കേട്ടോ. ഒക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യിലാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച നമ്മൾ ഏലക്ക 3 ഏലക്ക എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയൊരു രീതിയിൽ ചൂടാക്കിയാലും മാത്രം മതി കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചതച്ച് വെച്ച് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് 2 തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് ചേർത്തിട്ട് നല്ലൊരു രീതിയിൽ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ തീയിൽ വെച്ചിരിക്കുന്നത് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാണ് ഞാൻ ഉള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഉള്ളി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ ഗരം മസാല അതൊക്കെ 1 ടീസ്പൂൺ ഞാൻ കേട്ടോ. കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് പിടിപ്പിക്കാൻ പോലെ ഇതാക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പം കുറച്ച് ടൈം വരെ 2-3 മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ പിന്നെ ഗീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത്ര ഗീ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബേ ലീവ്സും പട്ട, ഗ്രാമ്പൂ അതുപോലെ ഏലക്ക ഇതൊക്കെ കൂടി ഒന്ന് മിക്സാക്കി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ബിരിയാണി അരി. അപ്പോൾ ഈ ബിരിയാണി അരിയിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ 1.25 വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ മീഡിയം സൈസിലാണ് ഇപ്പോൾ ചൂടാക്കാൻ വെക്കുന്നത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വേണം ആദ്യം ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ ഇപ്പം മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂടി വെക്കുന്നതിന് മുമ്പ് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പ് കിട്ടിയിട്ടില്ലേ നമുക്ക് ബിരിയാണിയിലേക്ക് പിടിക്കില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ ഒന്ന് നിന്നോട്ടെ. അപ്പോൾ നമുക്ക് മസാല ഒന്ന് നോക്കാം കേട്ടോ. അപ്പം മസാല നേരത്തെ മാറ്റി വെച്ച മസാല ഒരു ചീനച്ചട്ടിയിലെടുത്ത് ഞാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ കൊഞ്ചൊന്ന് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ വേറെ മസാല കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ മിക്സാക്കി കൊടുക്കുന്നത്. ഇനിയാണ് നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കേണ്ടത്. അപ്പോൾ നേരത്തെ വെച്ചിട്ടുള്ള ഈ ബിരിയാണിയുടെ അരി നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ബിരിയാണി അരി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ മേലേക്ക് തന്നെ ഇപ്പം ബിരിയാണി അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം മുഴുവനായിട്ടും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ഉള്ളി നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വീണ്ടും ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിച്ചപ്പൊക്കെ ഇട്ടാൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് വെച്ചത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 13 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ.